ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്ക് വല വലിക്കാൻ പോകാം. മീൻ എന്തുമാത്രം ഉണ്ടെന്നൊന്നും അറിയാൻ മേല. ഏതായാലും നമുക്കൊന്ന് വലിക്കാം. വാ, വലയെടുക്കാം, എടുത്ത് നോക്കാം. നമ്മൾ വലയെടുക്കാൻ വന്നപ്പം ശൗര്യാര് വലയിട്ടിട്ട് വന്നതാണ്. സൂപ്പർ സാധനമാണ്. ഇനിയുണ്ടോ? ഇല്ല, കിട്ടിയ മീനാ പറഞ്ഞു. മൂന്ന് മുത്തമ്മലായിട്ട് അവിടെ ഒന്ന് രണ്ടത് ഒളിപ്പിച്ചുണ്ട്. ശൗര്യാര് വലയിട്ടിട്ട് വന്ന് കിട്ടിയ മീൻ ഈ സാധനത്തിനെ കണ്ടോ? സാധനത്തെ കാണിച്ച് എന്നാ സാധനമാണ് ഇത്? ഒരു കൈ എടുക്ക. ഹെലികോപ്റ്റർ പോലെയാണ് ഇരിക്കുന്നത്. അവൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വല വലിക്കാം. നമ്മള് വല ഇറമ്പി കെട്ടിയിരുന്ന് വലയിൽ ഈ കിഴക്കുന്ന് കാറ്റടിച്ച് വന്ന് പോളയെല്ലാം വന്ന് കയറി. അപ്പൊ ആ പോള നമുക്ക് കളയാം. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്. അതാണ് മൈക്കിന്റെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത്. നമുക്ക് വല വലിച്ചു തുടങ്ങാം. പോളയായിരുന്നു. ആ പോള നമ്മൾ പക്ഷേ ഇവിടെ ഒരു മടലേൽ വല ഉടക്കിയിരിക്കുക. ആ ഉടക്കൂടെ കളയട്ടെ. ആ ഉടക്കിൻ്റെ അവിടെ ഒരു തൂളിയുണ്ട്. മൊത്തം കയറി ഉടക്കിയിരിക്കുക. നമ്മളിത് ഉടക്കെടുക്കാതെ വലിച്ചാൽ ഇവിടെ പിന്നെ ഉടക്കിയിട്ടുണ്ട് കേട്ടോ. ആ എറമ്പിലുള്ള മീനാണ്. ആ പോളക്കടി കൂടെ വന്ന് കയറിയതാണ്. ഇത് ഉടക്കാണ്. ഒരു ചെറിയ മീൻ ഉടക്കുന്നുണ്ട്. ഉടക്കുക കൂലിയാണ്. ഇത് 65 mm വലയാണ്. ഇഴുക്കുണ്ട്. നമുക്ക് വല വലിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇത് നോക്കാം. ഇഴുക്കുള്ളതുകൊണ്ട് വല എങ്ങ് പടിഞ്ഞാട്ട് നേരിയ ഒരു ഇഴുക്കുണ്ട്. അതാണ് അങ്ങനെ പടിഞ്ഞാട്ട് തന്നെ കിടക്കുന്ന വല. അമ്പലത്തിലെ പാട്ടാണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു മീനുണ്ടായിരുന്നു, പക്ഷെ അത് പോയി.
ഇത് നമ്മള് വലിയ അനക്കുന്ന വീഡിയോ, മുളക് അടിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല. എല്ലാ പ്രാവശ്യവും അത് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് അത് എടുത്തില്ല. ഈ വില തരക്കെട്ടില്ലാതെ മീനുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് മീനൊന്നും കാണുന്നില്ല. നമ്മുടെ ഈ ഒരു വല വലിച്ചു തീരുക. ഒരു വല വലിച്ച് തീർന്നു. ഇതേ ഈ ഒരു വലയിൽ നമുക്ക് തരക്കേടില്ലാതെ മീൻ കിട്ടി. ഈ ഒരു വല തരക്കേടില്ലാതെ മീൻ കിട്ടി നമുക്ക്. നമ്മുടെ കൂട്ടുകാരനെ നോക്കിയിരിക്കുകയാണ്. അവർ ചായ എടുക്കുന്നുണ്ട്. ഞങ്ങള് ഈ കറക്ക് ഇട്ടിട്ട് വല ഇതിനകത്ത് മൊത്തം പാകിയിരിക്കുകയാണ്. ആ കിടക്കുന്ന വലയാ അത്. ഈ വലയിൽ നമുക്ക് തരക്കേടില്ലാത്ത മീൻ കിട്ടി. നമുക്ക് ഈ വലയൊന്ന് കെട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. വള്ളത്തെ വെച്ച് നമുക്ക് മീൻ എടുക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് കരയ്ക്ക് വെച്ച് മീൻ എടുക്കാം. കുറുവ 1-2 കുറുവയാണ്. ഈ വലയിലും പോള വന്ന് കയറിയിരിക്കുക. നല്ല കാറ്റുണ്ട്, രാവിലെ നല്ല കാറ്റാ. അതാണ് ഈ പോള ഇവിടെ വന്ന് കയറിയത്. അത് നമുക്ക് തള്ളി കളയാം. ഇവിടെ മീനുടക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വല വലിക്കാം. ഇതേ എൻ്റെ ഇവിടെ തൂളി ഉടക്കി കിടപ്പുണ്ട്, കണ്ടോ? അപ്പടി ഉടക്കാം. ഇത് കാറ്റടിച്ച് പോളയാ മൊത്തം. അപ്പടി പോളയും ചപ്പും ഒന്ന് കയറി. നിറച്ച് പോളെ. ഇത് കണക്കിന് നമ്മൾ പോള തള്ളി മാറ്റി. പക്ഷെ വല നിറച്ച് ഇടക്കായി. മീനും കിട്ടുന്നുണ്ട് നമുക്ക്, ഉണ്ടോ? നമ്മുടെ അപ്പുറത്ത് വല വലിക്കുന്നുണ്ട്, കണ്ടോ? ഇന്ന് ജോർജ സാവു വീശാൻ പോകുന്നുണ്ട്. തിരക്കടില്ലാത്ത മീൻ കിട്ടുന്നുണ്ട് നമുക്ക്, എന്താ? ഇവരെയും വലിച്ചു തീരാറായി. പുളിയാ കൂടുതലും നമുക്ക് കിട്ടിയത്.
വില നമ്മൾ വലിച്ചു തീർന്നു. ഇതിലും നമുക്ക് തരക്കേടില്ലാതെ മീൻ കിട്ടിയല്ലോ. ഉണ്ടോ? ഇത് നമുക്ക് കെട്ടി അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് മറ്റേ വല വലിക്കും. നമ്മൾ അകത്തിട്ടിരിക്കുന്ന വലയാണിത്. ഇത് നമുക്കിനി വലിക്കാവുന്നതാണ്. ഇതിന് ഇറക്ക കുറഞ്ഞ വലയാണ്. ൊന്നും വന്നില്ല. പക്ഷെ ഇത് 70 mm വലയാണ്. ഇതേ മീൻ കുറവ് വരുന്നത്. നോക്കാം. ഇതിലായിട്ട് ഇതേ മീനൊന്നും കിട്ടിയില്ല. ഒരു കുറുവ. ഈ വലയുടെ കണ്ണിക്കകത്തൂടെ മീൻ ഇറങ്ങിപ്പോവും. അതാണ് ഈ വല മീനില്ലാത്തത്. മീൻ വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. Right. ഇവിടുത്തെ ഒരു തൂളിയാണ്. ഓളെ അവിടെ കയറിയിട്ടുണ്ട്. നിറച്ച് പോളയാണ്. കാറ്റടിച്ചത് കൊണ്ടാണ് ആ പോളയെല്ലാം കൂടെ പോളയായിട്ട് ഒരുങ്ങി. കുറച്ചടക്ക് എടുത്ത് കളഞ്ഞേക്കാം. അപ്പം നമുക്കത് കുറച്ച് പിന്നെ എടുത്താൽ മതിയല്ലോ. ഒരു മീൻ കിടക്കുന്നുണ്ട്.
വാഹക്കുഞ്ഞ് ഇതുണ്ടോ, ചെറിയ വാഹ. അയ്യോ, ഇത് കണ്ണു പൊട്ടിച്ച് പോയി. അത് മെഴുത്ത തൂളിയായിരുന്നു. അറിയാം, മുഴുവൻ മീനെ നമ്മൾ പിടിച്ചാൽ നാളെ പിടിക്കണ്ടേ, അത് പോട്ടെ. അങ്ങനെ കണ്ണു പൊട്ടിച്ച് പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഉടക്കിയിരിക്കുക. ഇവിടെ ഒരു കമ്പുണ്ട്. കുറച്ചു വല കീറിയാ പോകുന്നു. ഇവിടെ ഉടക്ക് കുറെ ഭാവമുണ്ട്. ഒരു മീനുണ്ട്, പക്ഷെ ഇവിടെ വല ഉടക്കിയിരിക്കുക. ആകെ വല നാശമായി. വല ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ പണിയാണ്. ഈ വല വലിച്ചു തീർന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് മീനെടുക്കാം. നമ്മൾ വീട്ടിൽ കടയിൽ വന്നു, നമുക്ക് വലയും മീനും കൂടെ എടുത്ത് കരക്കോട്ട് വെച്ചിട്ട് മീനെടുക്കാം. വെള്ളത്തെ വെച്ച് നമ്മൾ എടുക്കാൻ പോയത് നടക്കത്തില്ല. വെള്ളത്തിന് ചെറിയ വെള്ളമായതുകൊണ്ട് ഇതിന് വിടവ് കുറവാണ്. അമ്മിണി വന്നിട്ടുണ്ട് വെള്ളക്കട. കാത്തു എന്തിയാ അമ്മിണി? കാത്തോ കാത്തോ? ശങ്കരന് അറിഞ്ഞിട്ടില്ല. രാമൻ പെരക്കകത്താ. വല നമുക്ക് കരക്കോട്ടെടുത്ത് വെക്കാം, വെച്ചിട്ട് മീൻ മൊത്തം എടുക്കുന്നത് കാണിക്കാം. മീന് വലയെല്ലാം എടുത്ത് നമ്മൾ കടയിൽ വെച്ചിരിക്കുകയാണ്, കരയ്ക്ക് വെച്ച്. ഇനി നമുക്ക് നമ്മുടെ മീൻ എടുക്കാം. ഇന്ന് മീൻ എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി താമസിക്കും, മീൻ കൂടുതലുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് മീൻ എടുക്കാം. ഇങ്ങനെ കുറച്ച് എടുക്കുകയാണ്. എടുത്തിട്ട് ഏതാകുമ്പോൾ നമുക്ക് മീനെടുക്കാൻ വന്ന് സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മീൻ എടുക്കാം. മീനെടുത്ത് നമ്മൾ തീരുക.
മീനെടുത്ത് നമ്മുടെ തീർന്നു. ഈ വലയും കൂടെ കെട്ടി വെക്കട്ടെ. മീനെടുത്ത് തീർന്ന് നമ്മളിത് കിട്ടിയ മീൻ ഉണ്ടോ. ഇന്ന് നമ്മുടെ ബക്കറ്റ് നിറച്ച് മീനാണ്. ഉണ്ടോ, ഇന്ന് നിറച്ച് മീൻ നമുക്ക് കിട്ടി. നമുക്ക് ഇന്ന് ഒത്തിരി മീൻ കിട്ടി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ലതമ്മ കറി വെക്കാനുള്ള മീനെടുത്ത് ബാക്കി മീൻ നമുക്ക് കൊടുക്കാം. അയ്യോ, കറി വെക്കാനുള്ള മീനെടുത്ത് ബാക്കി മീൻ നമുക്ക് കൊടുക്കാൻ പോവുകയാണ്.